അദ്ദേഹമാണ് ചൂണ്ടൽ കുത്തുന്ന ചടങ്ങിൻ്റെ ഒരു അനന്തരാവകാശി. നമുക്ക് അദ്ദേഹത്തോട് അതിൻ്റെ ഐതിഹ്യത്തെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാം. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നരബലി സങ്കല്പത്തിലാണ് ഇവിടെ തൂക്കം വഴിപാട് നടത്താറുള്ളത്. ചുട്ടി കുത്തി കച്ച കെട്ടി ചമയങ്ങൾ അണിഞ്ഞ് ഒരുങ്ങി വരുന്ന തൂക്കക്കാർ ക്ഷേത്ര ദർശനത്തിന് ശേഷം തൂക്കവിലിൻ്റെ ചുവട്ടിൽ വരുമ്പോൾ അവരുടെ മുതുകിൽ ചൂണ്ട കുത്തി താങ്ങുമുണ്ടും കയറുമായി അവരെ ബന്ധിപ്പിച്ച് തൂക്കവില്ലുമായിട്ട് ബന്ധിപ്പിക്കും. ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത്. അതിനുശേഷമാണ് തൂക്കം വഴിപാടായിട്ട് നടക്കുന്നത്. തൂക്കം ഒരു വളയം കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കുഞ്ഞിനെ അടുത്തുള്ള ചടങ്ങാണ് അടുത്തായിട്ട് നടക്കുന്നത്. വഴിപാടുകാർ അജയകുമാർ പൗർണമി, ഗീതു പൗർണമി, സുഭാഷ് ചന്ദ്രൻ പൗർണമി. ഏഴംകുളം ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ തൂക്കം 624 തൂക്കമാണ് നടക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭദ്രകാളിയുടെ രൂപമാണ് ദേവിക്കുള്ളത്. അങ്ങനെ നരബലി സങ്കല്പമായിട്ടാണ് തൂക്കം നടക്കുന്നത്. അത് നടക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടുന്ന് ദേവിയായിട്ടൊരു യുദ്ധം നടന്ന് തിരിച്ചു വന്ന് അങ്ങനെ വന്ന് അത് ആഘോഷിച്ച് വന്ന രീതിയിലാണ് ഇതിനെ ആചരിക്കുന്നത്. അതിന് നമ്മൾ ഇപ്പോൾ കയ്യിലിരിക്കുന്ന വില്ലും വാളമ്പൂ എന്ന് പറയും. അത് വാളും അമ്പൂ എന്നാണ് അതിൻ്റെ ഇത്. വില്ലും വാളമ്പൂവാണത്. അങ്ങനെ ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വഴിപാടുകൾ ചെയ്യുന്നത്. ഇതിൻ്റെ ആശാന്മാരെന്ന് പറയുന്നത് ഞങ്ങൾ 2 പേരാണ്, ആർ ശിവൻപിള്ളി, ജി ശിവൻപിള്ളി. ഇത് ഞങ്ങളുടെ കുടുംബാവകാശമാണ്. കുടുംബാവകാശികളായിട്ട് ഇങ്ങനെ തുടരുന്നുണ്ട്. പിന്നെ മേളം, തപ്പ്, മദ്ദളം, കൈമണി അതും കുടുംബാവകാശമാണ്. എല്ലാം ചൂണ്ടൽ കുത്തുന്നതും വാഴുവേലി കുടുംബക്കാരാണ്. ചുട്ടി അയ്യപ്പൻകാവിൽ കുടുംബമാണ് മേളത്തിനായിട്ട് എടുക്കുന്നത്. പിന്നെ ചുട്ടി കുത്തുന്നത് ഞാറുവേലയത്ത് കുടുംബക്കാരാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ അവകാശങ്ങളാണ് ഇവിടെ ഉള്ളത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. എൻ്റെ അപ്പൂപ്പനായിരുന്നു. അപ്പൂപ്പൻ കഴിഞ്ഞ് അമ്മാവനായി. അമ്മാവൻ കഴിഞ്ഞ ശേഷം ഞാനും അമ്മാവൻ്റെ മകനും കൂടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ട് 30 വർഷമായി. അദ്ദേഹം ഇറങ്ങിയിട്ട് ഞാനിപ്പോൾ 28 വർഷമായി അങ്ങനെ പോകുന്നു. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 6 വർഷത്തോളമായി. അപ്പോൾ 14ാമത്തെ വയസ്സിൽ വന്നു തുടങ്ങിയതാണ്. അന്ന് സഹായിയായിട്ടൊക്കെ ഒറ്റത്തൊക്കെ നിൽക്കാനൊക്കെയാണ്. ചൂണ്ട കുത്താൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. പിന്നെ നമ്മുടെ ചേട്ടനാണ് ഇതിൻ്റെ പൂർണ്ണാവകാശം. അദ്ദേഹം ഇപ്പോൾ വന്നിട്ട് ഏകദേശം 28 കൊല്ലത്തോളം ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു ആദ്യമേ. അതിനു മുന്നേ നമ്മുടെ അമ്മാവനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വാഴുവേലി കുടുംബത്തിനാണ് ഇതിൻ്റെ അവകാശം ഉള്ളത്. നമ്മളത് തെറ്റിക്കാതെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തു പോകുന്നു. നമ്മളും ഇതുപോലെ തൂക്കക്കാർ കന്നിത്തൂക്കക്കാരാകുമ്പോൾ മകരഭരണി പോലെയാണ് അവർ നോയമ്പെടുക്കുന്നത്. മറ്റു തൂക്കക്കാർ ശിവരാത്രി പോലെയാണ് നോയമ്പെടുക്കുന്നത്. ചിലപ്പോൾ ശിവരാത്രി അവസാനം വരുവാണെങ്കിൽ നാൾ നോക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ തൂക്കക്കാർ നോയമ്പെടുക്കുന്ന പോലെ തന്നെ
നമ്മളും നോയമ്പെടുക്കുന്നുണ്ട്. 7 ദിവസം നോയമ്പെടുക്കുന്നുണ്ട്. അത് വളരെ കൃത്യമാണ്. ഇന്ന് എത്ര മണി വരെ ഉണ്ട് ഇത്? ഈ തൂക്കം 24 മണിക്കൂർ തൂക്കം നടക്കുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം, നാളെ വെളുപ്പിനായാലും ചിലപ്പോൾ തീരാൻ സാധ്യത കുറവാണ്. കാരണം ഇതിനിടയ്ക്ക് എന്തെങ്കിലും മാറല. പിന്നെ ഇപ്പോൾ ദിവസവും 2 പൂജയുണ്ട്. രാവിലെ 2 പൂജ, വൈകിട്ട് 2 പൂജ. ഇപ്പോൾ നാളെ രാവിലെ ആകുമ്പോഴത്തേനും നിർമ്മാല്യം, അതുപോലെ അഭിഷേകം, അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഇതിൻ്റെ സമയം ഇതിന് പൂർണ്ണമായിട്ട് നമുക്കത് വ്യക്തമായിട്ട് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇത് തൂക്കം എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുന്നത്. ഈ 624 തൂക്കം ഉള്ളത് നമ്മൾ അത് 3 പേരെ വെച്ചാണ് ഇത് ഒരു വളയക്രമമായിട്ടാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൂക്കത്തിൻ്റെ വലിയ ആശാനായിട്ടുള്ള ജി ശിവൻപിള്ള ആശാനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് ഈ പ്രാവശ്യത്തെ തൂക്കത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ചോദിച്ചറിയാം. നമ്മുടെ ഈ തൂക്കത്തിൻ്റെ സംഗതികൾ, അതായത് തൂക്കത്തിൻ്റെ വ്രതം തുടങ്ങുന്നത് മകരഭരണി മുതൽ തൂക്കം കഴിയുന്നിടം വരെയാണ്. കന്നിക്കാർ മകരഭരണി മുതലും അല്ലാതുള്ള തൂക്കക്കാർ ഈ വർഷം തിരുവോണം എല്ലാ ദിവസവും ശിവരാത്രി എന്ന് പറയുന്ന ദിവസം മുതലാണ്. അപ്പോൾ ഇപ്രാവശ്യം ശിവരാത്രി അവസാനമായതുകൊണ്ട് തിരുവോണം നാളിലാണ് മറ്റു തൂക്കക്കാർ വ്രതം എടുക്കുന്നത്. അങ്ങനെ അവരെ എല്ലാവരെയും വ്രതം എടുത്ത് മണ്ണടിയിൽ പോയി കുളിച്ച് തൊഴുത് മണ്ണടി ഉള്ള ആ ഒരു വഴിപാടുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും വന്ന് പയറ്റ് നിർത്തി കഴിഞ്ഞതിന് ശേഷം കാർത്തിക ദിവസം രാവിലെ 6 മണി മുതലാണ് തൂക്കം തുടങ്ങുന്നത്. 3 പേരെ വീതം കെട്ടി എല്ലാ കരയ്ക്കും ഓരോ തൂക്കം വീതം 10 തൂക്കം പോകുമ്പോൾ ഒരു റൗണ്ട് കഴിയും. അങ്ങനെ 624 തൂക്കക്കാരാണ് ഈ വർഷം മൊത്തം ക്ഷേത്രത്തിൽ നടക്കുന്നത്.